അറിയേണ്ടത് പ്രൊഫസർ, ഈ ഗവൺമെന്റ് ധീരമായൊരു നിലപാടെടുത്തുവെന്ന് ആദ്യം പറയാൻ ശ്രമിച്ച മദ്യനിരോധന സമിതിയും മദ്യവിരുദ്ധ സമിതിയും അല്ലെങ്കിൽ സ്വാഭാവികമായും അതിനെതിരെ നിൽക്കുന്നവരും ഈ ഘട്ടത്തിൽ എന്താണ് പറയുന്നത്? കളിപ്പിക്കുകയായിരുന്നു എല്ലാവരെയും? തീർച്ചയായും കളിപ്പിച്ചതല്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കേരള മദ്യനിരോധന സമിതിയും മദ്യവിരുദ്ധ സമൂഹവും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത്ര ധീരമായൊരു നിലപാടെടുത്തുകൊണ്ട് നമ്മേറെ സന്തോഷിപ്പിച്ചു. കാരണം അതിലൊത്തിരി 418 ബാറുകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇത് മുഴുവനും റെഗുലറൈസ് ചെയ്തു. ഭീകരമായൊരു കുറ്റമാണ് ചെയ്തത്. എന്നിട്ട് ആ വിഷയത്തിൽ വളരെ ധീരമായ ഒരു നിലപാട് UDF സർക്കാരാണ് കൈക്കൊണ്ടത്. തീർച്ചയായും അതിനുശേഷവും ഒട്ടനവധി കാര്യങ്ങൾ ഈ രംഗത്ത് 10% കണ്ട് വിദേശ മദ്യഷാപ്പുകളുടെ എണ്ണം കുറച്ചു, പാൻ മസാലകൾ നിരോധിച്ചു, സമയം കുറച്ചു, അതുപോലെ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ പാഠഭാഗങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പക്ഷേ ഈ കോടിക്കണക്കിന് ആസ്തിയുള്ളവരും അതുപോലെ തന്നെ എന്ത് അധർമ്മവും ചെയ്യാം എന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ബാറ് മുതലാളിമാരുടെ മനസ്സ് അല്പമൊന്ന് ഇളകി കാണണം. UDF ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഭീതി കൊണ്ട് പലരും കാട്ടിക്കൂട്ടുന്ന കോപ്പറേറ്റുകളാവാം. ഇനി അഥവാ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലതുമായ ഭരണകൂടങ്ങൾ ഈ കാമധേനുവിനെ ബാറുകളുടെയും അതുപോലെ മദ്യരാജാക്കന്മാരുടെയും ആ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതിന് മറിച്ചൊരു സംഭവം ഇവിടെ ഉണ്ടായപ്പോൾ അതിൽ വിരളി പൂണ്ട ഒരു വകുപ്പ് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തതാവാം. ഇനി അഥവാ ഇവർ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതിയില്ലേ, പോലീസില്ലേ? ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട UDF ഗവൺമെന്റ് ഒരുമിച്ച് ഒറ്റക്കെട്ട ഈ സമീപനത്തെ അല്ലെങ്കിൽ ഈ വിമർശനത്തെ നേരിടാത്തത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നു. കേരള സമിതി ഇടവേളയ്ക്ക് ശേഷം തുടരും. കോഴയിൽ വീഴുമോ സർക്കാർ, അന്വേഷിക്കുന്നു കേരള സമിതി. KP, യഥാർത്ഥത്തിലുള്ള പ്രശ്നം പതിവിലും വൈകിയ ഈ ബാർ ലൈസൻസ് പുതുക്കലാണ് അഴിമതിക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ KP അനിൽകുമാറിനും അറിയാവുന്നതുപോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മദ്യനിരോധനമാണ് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹമെങ്കിലും ഇതിനെ ഒരു സാധ്യതയായി കണ്ടു മുന്നണിയിലുള്ള ചിലരെങ്കിലും. വില പേശാനുള്ള സാധ്യത. അതുകൊണ്ടാണ് 1, 5, 20 കോടിയുടെ കണക്കായിട്ട് അത് വർദ്ധിക്കുന്നതിൻ്റെ അവസ്ഥ ഈ കാലതാമസമാണ് എന്ന് ബാറുടമകൾ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ? ഈ മദ്യ ലോബിയുടെ വിപണനം തകൃതിയായി നടന്നിരുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കുന്നു 730 ബാറുകൾ അടച്ചുപൂട്ടാനുള്ള. സ്വാഭാവികമായും അത് ഈ മദ്യ ലോബിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ 730 ബാറുകൾ അടയ്ക്കുവാൻ കാരണമായ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പല ചാനൽ ചർച്ചകളിലും വന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന നയം ഞങ്ങൾ പുനഃപരിശോധിക്കും. ഞാൻ പറയട്ടെ നിലപാടാണ്. അങ്ങനെ നിലപാടാണെങ്കിൽ ചാരായം നിരോധിച്ചപ്പോ പറഞ്ഞെന്താ, ഞങ്ങൾ വന്ന ചാരായ ഷാപ്പുകൾ വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് വന്ന നായനാർ സർക്കാർ എന്താ ചാരായം നിന്ന് കൊണ്ടുവരാതിരുന്നത്? ഞാൻ മുഴുവൻ പറയട്ടെ. അപ്പൊ ഞാൻ സബ്ജക്റ്റിൽ തന്നെയാണ് പറയുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പറയുന്ന മദ്യലോബിയുടെ വക്താക്കളായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന്, ഇതിനകത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായിട്ട് ഒരു സമര പരിപാടി പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. KM മാണി രാജിവെക്കണമെന്ന് ഇന്നിപ്പോ റിയാസല്ലേ പറഞ്ഞു, ഇന്നലെയല്ലേ പറഞ്ഞുള്ളൂ. ഈ ആരോപണം വന്നപ്പോ ഇതിനു മുമ്പ് ഒരു ആരോപണം ഉണ്ടായാൽ ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ ആരോപണത്തെക്കുറിച്ച് ഇന്ന അന്വേഷണം വേണമെന്ന് ഒരു ക്ലിയർ കട്ടായിട്ട് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചോ? ഇന്ന് വരെ. ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് എന്താ, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ്. കോടതി എങ്ങനെ നിരീക്ഷിക്കുക? സർക്കാരാണോ കോടതിയോട് പറയുന്നത് നിങ്ങൾ വന്ന് നിരീക്ഷിക്കുമെന്ന്? നിയമത്തെക്കുറിച്ച് അജ്ഞരായ ആളുകൾ, നിയമത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനകൾ ആരെ സഹായിക്കാനാണ്? ബഹുമാനായ മഞ്ചേരി സുന്ദർരാജ് വക്കീൽ ഇവിടെ ഇരിക്കുന്നത്.
ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അത് കോടതി തീരുമാനിക്കണം. റിയാസെ, ബാർ ഉടമകളുടെ ഗൂഢാലോചനയിൽ CPM പർച്ചേസ് ചെയ്യപ്പെടുകയും CPM-ലെ ശക്തനടക്കമുള്ള ആളുകൾ, ഒരുപക്ഷെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന് PC ജോർജ് അടക്കമുള്ളവർ പറയുന്നതിൻ്റെയും കാരണം ഇതാണോ? ഇവിടെ വിഷയം കോഴ വാങ്ങിയതാ. കോഴ വാങ്ങി, അതിൽ KM മാണി മാത്രം രാജിവെച്ചുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല. മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിക്കുമുള്ള പങ്ക്, ആ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണം. കോടതിയുടെ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകാം. അത് CPM അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ DYFI ഇന്നലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് വൈകിപ്പോയെന്ന് പറഞ്ഞാൽ CPM ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രക്ഷോഭം തീരുമാനിച്ചിട്ടുണ്ട്. KM മാണിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ വൈകിയതിൽ എന്തിനാ നിങ്ങൾക്ക് ഇത്ര ദുഃഖം? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ്. മദ്യലോബിയെ തൊട്ടാൽ പൊള്ളുമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നല്ല കാര്യം. ഇവിടെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടിയും ചക്കളിത്തി പോരാട്ടവുമാണ് ഈ മദ്യനയം ഇത്ര വഷളാക്കി കേരളത്തിലെ ജനങ്ങളെ പ്രയാസത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ വളരെ വ്യക്തമായി ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണം, അത് ഒരു ഔട്ട്സൈഡർ ഉന്നയിച്ചതല്ല, പണം കൊടുത്തയാൾ ഉന്നയിച്ചതാ, പണം കൊടുത്തയാൾ പറഞ്ഞതാ. അതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന അന്വേഷക സംഘം പറ്റില്ല. അന്വേഷിക്കാൻ മികച്ച ടീം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് CPIM പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ ഇന്നലെ DYFI വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുന്നു, വിജിലൻസ് അന്വേഷണം സർക്കാർ തയ്യാറാവുന്നു. അത് മാറ്റി CBI അന്വേഷണം വേണമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നതിനനുസരിച്ച് എനിക്ക് വാക്കുമാറ്റി പറയാനാവില്ല. ആദ്യം വിജിലൻസ് ആവശ്യപ്പെട്ടു, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. വിജിലൻസിന് മൊഴിയെടുക്കാൻ പോകുന്നു. ഇന്ന് ബിജു രമേശ് മൊഴി കൊടുക്കും, തുടർന്ന് അന്വേഷണം ഉണ്ടാവും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള ഭാഗം കൃത്യമല്ലേ? അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് മൊഴിയെടുക്കുന്നതോടുകൂടി അന്വേഷണം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി അതിൽ പുറത്തു വരട്ടെ. ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നാൽ അപ്പോൾ മാണി രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയോ? വിജിലൻസ് എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാട് പോലീസിലെ ജീവനക്കാരല്ല, കേരള പോലീസിലെ ജീവനക്കാരാണ്. രണ്ട് CBI, DYFI അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. CBI അന്വേഷണത്തെക്കുറിച്ച് ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് X or Y അത് നോക്കിയല്ല ഞങ്ങൾ അഭിപ്രായം പറയുന്നത്. CBI കൂട്ടിലിട്ട തത്തയാണ്. CBI കൂട്ടിലിട്ട തത്തയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. ഈ നാടിന്റെ നാശത്തിലേക്ക് CBI എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതും സുപ്രീം കോടതിയാണ്. അപ്പൊ CBI കേന്ദ്രത്തിൽ ആര് ഭരണം നടത്തുന്നു, ആ ഭരണം നടത്തുന്നവരുടെ കയ്യിലെ പാവയെ പോലെ നിൽക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നാട്ടിൽ പുറത്തേക്ക് വന്നതാണ്. അൽത്തമാസ് കബീറിന്റെ ബെഞ്ച് ഉൾപ്പെടെ നിരവധി അത്തരത്തിലുള്ള അഭിപ്രായം വന്നതാണ്. മഞ്ചേരി സുന്ദരരാജ്, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണം സാധ്യമാകുന്നത് എങ്ങനെ? ആദ്യ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, CPM ആവശ്യപ്പെട്ടിരിക്കുന്നു, ഒരുപക്ഷെ ഇനിയുള്ള LDF മുഴുവൻ ആവശ്യപ്പെടാൻ പോകുന്നത് ഇതായിരിക്കും. DYFI അടക്കം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ത് പ്രക്രിയയാണത്? ആരോട് അഭ്യർത്ഥിക്കണം? കോടതി ഗവൺമെന്റിനോട് പറയണോ, ഗവൺമെന്റ് കോടതിയോട് പറയണോ? എങ്ങനെയാണ് അന്വേഷണം സാധ്യമാവുക? രാഷ്ട്രീയ വേദികളിൽ ഉന്നയിക്കപ്പെടുന്ന അഭിപ്രായങ്ങളൊന്നും നിയമത്തിന്റെ മുമ്പിൽ വിലപ്പോവില്ല. അന്വേഷണ പ്രക്രിയ നേരത്തെ പറഞ്ഞതുപോലെ ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ. വിജിലൻസ് ആണ്. ഒരു അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം തന്നെ അന്വേഷണം നടത്തുന്നത് വിജിലൻസ് പോലീസാണ്. വിജിലൻസ് പോലീസ് തമിഴ്നാട്ടിലെ പോലീസല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം തമിഴ്നാട്ടിലെ പോലീസ് അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിയെ തന്നെ, മുൻ മുഖ്യമന്ത്രിയെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ആളെ കുറ്റവാളിയായി കണ്ടിട്ടുണ്ട്, കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ പോലീസിനെയോ അന്വേഷണ ഏജൻസിയോ വില കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ല. CBI മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അന്വേഷണ ഏജൻസികൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. സാധ്യത അനിൽകുമാർ പറഞ്ഞതുപോലെ ഇത് കോടതി തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം അന്വേഷണം ആരംഭിക്കുന്നിടത്ത് കോടതിക്ക് കയറി ഇടപെടാൻ പറ്റില്ല. ഇടപെടുന്നുണ്ട്, പല കാര്യങ്ങളിലും കോടതി ഇടപെടുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലൈൻ ചോദിച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന ഈ അന്വേഷണ രീതി എന്ന് പറയുന്നത് നിയമത്തിന്റെ അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ നിശ്ചയമായും ആ നിലപാട് ശരിയല്ല, ഗുരുതരമായ ആരോപണമാണ്. റിയാസ്, നോക്കൂ, സോളാർ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതികരിച്ചതെന്ന് കേരളം കണ്ടതാണ്. സോളാർ വിഷയത്തിൽ സ്വീകരിച്ചതിന്റെ ആർജവം കഴിഞ്ഞ 6 ദിവസമായി CPM-ന് എന്തായാലും ഈ ബാർ കേസിലില്ല. ഒന്ന്, കോടതിയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന നിരവധി അന്വേഷണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട വക്കീൽ, ഞാനൊരു വക്കീലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും ആ മേഖലയിൽ സീനിയർ ആയിട്ടുള്ള വക്കീൽ അതൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം, ഇല്ലെന്ന് പറയരുത്. ഇപ്പോൾ 2G സ്പെക്ട്രം ആയാലും ഗുജറാത്തിലെ വംശീയ ഹത്യയിലും ആ നിലയിലുള്ള അന്വേഷണം നടന്ന, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എല്ലാവരും കണക്കാണെന്നുള്ള പ്രചരണം നടത്തുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ വക്കീല് പറയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടിട്ടില്ല, കാരണം ഒരാൾ പറയുമ്പോൾ പറയണം. പിന്നെ അങ്ങനെ പോകുന്നത് ശരിയല്ല, ഒരു ചർച്ച എവിടെ എത്തില്ല. ഒന്ന്, എല്ലാവരും കണക്കാണ്, ഇടതുപക്ഷവും കണക്കാണ്, എല്ലാവരും കണക്കാണ് എന്നുള്ള വാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ കൈക്കൂലിയും കോഴയും കോടികളും വാങ്ങുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷെ പറയുന്നത് എല്ലാവരും കണക്കാണ്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ തന്നെ
എല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ഈ അഴിമതിയുടെ കറ പുരണ്ട കാട്ടുകൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമാണെന്ന് ജനം സംശയിച്ചാൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അറിയേണ്ടത് KP വളരെ കൃത്യമായ ഒരു കാര്യം, കോഴ കൊടുത്ത ഒരാൾ തന്നെ കൃത്യമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. രാജിവെക്കേണ്ടേ മാണി? ഒരിക്കലുമല്ല. കാരണം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന മഞ്ചേരി വക്കീൽ പറഞ്ഞു, കോടതിയുടെ നിർദ്ദേശമില്ലാതെ ഒരു അന്വേഷണത്തിലും കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകില്ല. അതിനെക്കുറിച്ച് അറിയാതെ വെറുതെ വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിജിലൻസിൽ വിശ്വാസമില്ല. വിജിലൻസ് ഉമ്മൻചാണ്ടിയുടെ കീഴിലാ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാ. പക്ഷെ പോലീസ് അന്വേഷിക്കണം. പോലീസ് ഉമ്മൻചാണ്ടിയുടെ കീഴിലല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു ഭരണകൂടം വന്നാൽ ആ ഭരണകൂടത്തിന് കീഴിലുള്ള പോലീസും ഭരണ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ഭരണ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആരോപണത്തെക്കുറിച്ച്, അന്വേഷണത്തെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഖാവ് അച്യുതാനന്ദൻ ഈ തീരുമാനത്തിന് തയ്യാറാണോ? അദ്ദേഹം ഇന്നലെയും പറഞ്ഞ CBI അന്വേഷിക്കണമെന്നാ. ഞാൻ പറയട്ടെ, CBI അന്വേഷിക്കണമെന്നാ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പാർട്ടിയിലെ PB അംഗം പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാ. എന്നാൽ സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ മുമ്പിൽ പോയി തെളിവ് കൊടുക്കാൻ തയ്യാറാകാത്ത മാന്യന്മാരാണ് ഇവിടെ വന്നിരുന്ന് ആ അന്വേഷണം വേണം, ഈ അന്വേഷണം വേണം എന്ന് പറയും. ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് അച്യുതാനന്ദൻ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. അച്യുതാനന്ദൻ പറഞ്ഞതോട് ജനങ്ങൾക്കൊരു സംശയം വലുതായിട്ട് വന്നിട്ടുണ്ട്. CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരുന്നിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് CPI ഒരു ഭാഗത്ത് അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുന്നു, പക്ഷേ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട KP അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ടാവും. ഗൂഢാലോചന അന്താരാഷ്ട്രമാവുന്നതുകൊണ്ട് കുറ്റമല്ലാതാവുന്നില്ല. ആ കുറ്റം ഈ CPM-ന്റെ നേതൃത്വം അടക്കമുള്ള ആളുകളെ വിലക്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പോലീസ് SI അന്വേഷിച്ചാൽ മതി എന്ന് പിണറായി വിജയൻ പലപ്പോഴും ഇന്നലെയും മിനിയാന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ജ്ഞാനപ്പാനയിലെ വാചകമൊക്കെ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെ ചെറുതാക്കി കാണാൻ വേണ്ടിയിട്ടാണ്. KP സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു വലിയ വിപത്ത് ലോകത്തെമ്പാടുമുള്ള ഇത്തരം ആളുകൾ ഇതിനെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത്, CPM-ന്റെ നേതൃത്വം അടക്കമുള്ള ആളുകളെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ജനങ്ങൾക്കൊരു സംശയമുണ്ട്. അന്വേഷിക്കുന്നു കേരള സമ്മിറ്റ്. മദ്യമാഫിയ പിടിമുറുക്കുകയാണ് കേരളത്തിൽ എന്നതാണോ നാം മനസ്സിലാക്കേണ്ടത്? അതല്ല, മദ്യമാഫിയയ്ക്ക് വഴിപ്പെടുന്ന ഒരു സർക്കാരാണ് മദ്യനിരോധനം എന്ന ഒരു പ്രഹസനം കേരളത്തിന് സമർപ്പിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അന്വേഷിക്കുന്നു കേരള സമ്മിറ്റ് ഇടവേളയ്ക്ക് ശേഷം തുടരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സോളാർ വിഷയത്തിലുള്ളതിനേക്കാൾ വലിയ ആഴവും പരപ്പും വിസ്തൃതിയും ഗൂഢാലോചനയുടെ വ്യാപ്തിയും ഈ കാര്യത്തിൽ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാട് ഇത് തന്നെയായിരുന്നു എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഓഡിയൻസ് ചോദിച്ചത്. മറുപടി വരുന്നു റിയാസിൽ നിന്ന്. ഇതിപ്പോൾ വാദിയെ പ്രതിയാക്കാനുള്ള ശ്രമമാണ്. കോഴ കൊടുത്തത് CPM അല്ല, കോഴ വാങ്ങിയത് CPM അല്ല. പക്ഷേ ഇപ്പോൾ ചർച്ച ചോദ്യവും കേട്ടാൽ തോന്നുന്നു ഇതിൻ്റെയൊക്കെ കാരണക്കാർ CPM ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വകതിരിവ് ജനങ്ങൾക്കുണ്ട്. കേരളത്തിൽ ആദ്യം ഇത്ര അഴിമതിയോട് എതിർപ്പുള്ളവരാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ആ മാണി സാറെ ഒന്ന് രാജിവെപ്പിക്കലാണ്. എന്നിട്ട് വർത്തമാനം പറയുകയാണ്. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസിലെ 100% പോലീസ് ഓഫീസർമാരും പോലീസുകാരും മോശമാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കേരള പോലീസിലെ ജീവനക്കാരിൽ മഹാഭൂരിപക്ഷവും നല്ലവരാണ്. അവരെ എങ്ങനെയാണ് ഭരിച്ച് നയിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അവിടെയാണ് പ്രശ്നം. അതിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തെ പിടിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കൊട്ടേഷൻ സംഘവും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കോടതി പരാമർശിച്ചത് ഉണ്ണിത്താൻ കേസ്. അപ്പം എങ്ങനെയാണ് ഒരു പോലീസിനെ നയിക്കുന്നത് എന്നുള്ള പ്രശ്നം. ഈ കേരള പോലീസിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുണ്ട്. അവരെ വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അന്വേഷിക്കണമെന്ന് ഇന്നലെ DYFI പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് പോയി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പോകണമെങ്കിൽ മന്ത്രി രാജിവെക്കണം.